മൗലികാവകാശമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കർമ്മ പരിപാടിയാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 70 വർഷമായി നാം കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർവേഷൻ തുടർന്നിട്ട് പോലും ദളിതർക്കോ ആദിവാസികളുടെ കാര്യം പറയേണ്ടതില്ല, അവർക്ക് ആ നാമമാത്രമായ നോമിനൽ പ്രൊപ്പോർഷനേറ്റായിട്ടുള്ള പ്രാതിനിധ്യം വെച്ചിരിക്കുന്നത് പോലും പൂർത്തീകരിച്ചിട്ടില്ല. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ നിരന്തരം നടത്താൻ നോട്ടിഫൈ ചെയ്താലും അതിലേക്ക് വരാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് എത്താനുള്ള ഗോത്ര ജനവിഭാഗങ്ങൾ പോലും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ ആ സന്ദർഭത്തിലാണ് അവരെ സാമ്പത്തിക തലത്തിൽ വെട്ടിമുറിച്ചുകൊണ്ടും വർഗീകരിച്ചുകൊണ്ടും അതിനകത്ത് സബ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നുകൊണ്ടും ക്രീമി ലെയർ അടക്കം കൊണ്ടുവന്നുകൊണ്ട് ദളിത് ആദിവാസി വിഭാഗങ്ങൾ, അതായത് പ്രാതിനിധ്യമില്ലാത്ത ജനവിഭാഗങ്ങളെ അവരെ വീണ്ടും വേർതിരിക്കണമെന്നും അവരെ ശ്രേണീകരിക്കണമെന്നും അവരിൽ ഒരു തലമുറ ജോലി കിട്ടിയവരുടെ പുതുതലമുറയെ അതിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കണമെന്നും ഒക്കെയുള്ള രീതിയിൽ ആ ക്രീമി ലെയർ വാദവും സബ് ക്ലാസിഫിക്കേഷനും ഇപ്പോൾ സുപ്രീം കോടതി യാതൊരു റിട്ടുകളോ ഹർജികളോ പെറ്റീഷൻസോ ഒന്നുമില്ലാതെ തന്നെ അവർ മണ്ഡൽ കമ്മീഷൻ വിധി പോലെ ക്രീമി ലെയർ പോലെ അവർ എടുത്തുന്നയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്തേ മതിയാകൂ എന്ന രീതിയിൽ ഒരു വിധി പ്രസ്താവം പോലെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ സാധുവാണോ, ഏതെങ്കിലും നീതിക്കോ സത്യത്തിനോ നിരക്കുന്നതാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക്, ഗോത്രജനതയ്ക്കോ ദളിതർക്കോ എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നതാണോ? താങ്കളുടെ അഭിപ്രായം എന്താണിത്? അതെ, നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ നിന്നുകൊണ്ട് വേണ്ടിയിരുന്നു അല്ലെങ്കിൽ വേണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും പ്രവർത്തിക്കാൻ, ജുഡീഷ്യറി. പക്ഷേ ഇന്ത്യയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് നേരെ ഘടകവിരുദ്ധമായ ഒന്നാണ്. ഇപ്പം നമുക്ക് ജുഡീഷ്യറിയുടെ ഒരു വളരെ തെറ്റായൊരു പരാമർശമാണ് മണിപ്പൂരിൽ ഇന്നും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാപത്തിന് തിരികൊളുത്തി നമുക്ക് അറിയാമല്ലോ. അത് വലിയൊരു പ്രശ്നമാണത്. മണിപ്പൂരിൽ മണിപ്പൂരി വിഷയങ്ങൾ വർഷങ്ങളായിട്ടുള്ളപ്പോൾ തന്നെ അതിനെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും കോഎക്സിസ്റ്റ് ചെയ്യുക, ഈ കോഎക്സിസ്റ്റൻസിൻ്റെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു രാഷ്ട്രീയമാണ് ഭരണകൂട അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ അടിസ്ഥാനം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ നിന്ന് വേണ്ടിയിരുന്നു ജുഡീഷ്യൽ ഉൾപ്പെടെ ബിഹേവ് ചെയ്യാൻ. എന്താണ് മണിപ്പൂരിൽ അവർ ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും അവർ കുറ്റമാണ് ചെയ്തതെന്ന് ആരും നിരീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണല്ലോ. സബ് ക്ലാസിഫിക്കേഷനെ കുറിച്ചൊരു സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ഈ വിധി വന്നതിന് ശേഷം ഞാൻ തീയതി എനിക്ക് ഓർമ്മയില്ല, ആന്ധ്രയിൽ മടിക വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഉപസംവരണം ഞങ്ങൾ നടപ്പാക്കി തരുന്ന സംഘപരിവാർ പരസ്യമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, മോദിജി തന്നെ. അല്ലെങ്കിൽ അവരതിനെ ആ ഡിവിഷനെ ശക്തിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ ഗെയിം. ജാതി വളരെ സെൻസിറ്റീവായൊരു സാധനമാണ്, നമുക്ക് ഏവർക്കും അറിയാം. അതിനെ എങ്ങനെയാണ് ജാതി സഹവർത്തിത്വം ഉണ്ടാക്കാനല്ല, മനുഷ്യൻ്റെ സഹവർത്തിത്വത്തിൽ ഉറപ്പാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഓരോ വിഭാഗത്തിനുള്ള പ്രതിനിധാനം എന്നുള്ളത് മാത്രമാണ് ഭരണഘടനയുടെ താല്പര്യമെങ്കിൽ ഇതിനെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്പർദ്ധ വളർത്താനും അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ആ പൊളിറ്റിക്കൽ ഗെയിമിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇപ്പോൾ കാലികമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം വേട്ടയുടെ രാഷ്ട്രീയം അതാണെന്ന് നമുക്കറിയാം, പൗരത്വ നിയമത്തിൻ്റെ രാഷ്ട്രീയം അതാണെന്നറിയാം. കാശ്മീരിനെ വെട്ടിമുറിച്ച് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലാക്കിയതാണെന്നറിയാം. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ ഗെയിമിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പം നമ്മൾ ഈ സബ് ക്ലാസിഫിക്കേഷനിൽ കാണുന്നത്. ഇത് ജുഡീഷ്യറിയായിട്ട് തുടങ്ങി വെച്ചതല്ല. ഞാൻ ഇന്നലെ ആരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം കടന്നു വന്നൊരു കാര്യം വലിയ പരസ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും BJP ഗവൺമെൻറ്റിന് രണ്ടാം തെരഞ്ഞെടുപ്പിൽ വരുന്നതിന് മുമ്പ് നിരവധി കമ്മ്യൂണിറ്റികളെ അവർക്ക് ആവശ്യാനുസരണം പട്ടികജാതി പട്ടികവർഗ OBC ലിസ്റ്റിലേക്ക് അവർ ഇൻഡക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എവിടെയൊക്കെ തന്നെ സംഘർഷം സൃഷ്ടിച്ച് ഒരു വിഭാഗത്തെ തങ്ങൾക്ക് കൂടെ നിർത്താമോ? ഇപ്പോൾ കർണാടകത്തിൽ അങ്ങനെയാണ് ഒരു വിജയം കൊയ്തെടുത്തത്. ഈ വരുന്ന തെലങ്കാനയിലും ഈ പറയുന്ന മടിക മറ്റു വിഭാഗമായിട്ട് സംഘർഷം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ തന്നെയാണ് അവരുടെ ഗവേഷണം. ഇപ്പോൾ ഇന്നലെയും മെന്നാന്നുമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഗുജറാത്തിലും ഒക്കെ തന്നെ ചെറു ജാതി ഗ്രൂപ്പുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ഈ ക്യാമ്പയിനിൽ വിസിബിലിറ്റി കിട്ടാനുള്ള വലിയ പണിയാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതിന് ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് പരിഹാരം കാണാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ഭരണകൂടം 100 രൂപ ചെലവഴിക്കുമ്പോൾ 5 രൂപ ഇവിടുത്തെ ആദിവാസിക്കും അല്ലെങ്കിൽ അത്രയും തന്നെ പട്ടിക ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്നില്ല എന്നത് അദ്ദേഹം വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു അല്ലേ? അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇത് 100% ശരിയാണ്. 70 വർഷത്തെ നമ്മുടെ അനുഭവത്തിന് ശേഷം സംവരണം എവിടെയൊക്കെ നടപ്പാക്കി? ജുഡീഷ്യറിയിലാണ് നമുക്കറിയാം. ഉന്നത വിദ്യാഭ്യാസ മണ്ഡലം അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേക ഇടപദ്ധതി ഉണ്ടായിട്ട് പോലും ബഡ്ജറ്റിൻ്റെ 5% പോലും അവരുടെ കയ്യിലെത്തുന്നില്ല. കേരളത്തിലെ സംവരണത്തിൻ്റെ സാധ്യത നമുക്കറിയാം. ഞാൻ പറഞ്ഞത് അങ്ങനെ സംവരണം വിപുലീകരിക്കപ്പെടണം എന്നുള്ള ഒരു ആവശ്യം 90കളിൽ പ്രത്യേകിച്ചും ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം സ്വകാര്യ മേഖല ഉൾപ്പെടെ വിപുലീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം പറയുന്ന തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ലാറ്ററൽ എൻട്രി ഉൾപ്പെടെയുള്ള നടപ്പാക്കി UPSC ഉൾപ്പെടെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംവരണത്തിൻ്റെ സാധ്യതകൾ മുഴുവൻ ഒരു തട്ടിമറിക്കുകയും പ്രതിനിധാനം അല്ലെങ്കിൽ സർക്കാർ അർദ്ധ സർക്കാർ മേഖലയിൽ പ്രതിനിധാനം കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഇത് പരിശോധിക്കാൻ ജുഡീഷ്യറിയോ എക്സിക്യൂട്ടീവോ പാർലമെൻറ്റോ ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല നമുക്കറിയാം. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പ്രതിനിധീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ അൺറെപ്രസെൻറ്റഡായ നിരവധി വിഭാഗങ്ങളുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇതിപ്പോൾ തുടങ്ങിയൊരു വിഷയമല്ല. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഡിബേറ്റിൻ്റെ കാലഘട്ടത്തിലും ആർട്ടിക്കിൾ 41 പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ഈ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിൽ അസമാനത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ തന്നെയുണ്ട്, അസമാനത. പക്ഷേ ഇവരുടെ ഇടയിലുള്ള സമാനത നിലനിർത്തുന്നതിലെ ഹോമോജീനസ് ആയിട്ടുള്ള ഏക ഘടകം പട്ടികജാതിയിൽ അൺടച്ചബിലിറ്റിക്ക് വിധേയമായിരുന്നെന്നുള്ള നിലയിൽ പരിഗണിച്ചുകൊണ്ട് തന്നെ അവരുടെ ഇടയിലുള്ള ജാതി ഉപജാതി വിഭാഗങ്ങളിലെ അന്തരം അന്നു മുതൽ നിലനിൽക്കുന്ന കാര്യമാണ്. ഈ അന്തരം മാറ്റിയെടുക്കാനും സംവരണത്തിൻ്റെ സാധ്യതകളെ എല്ലാവർക്കും കരഗതമാക്കാൻ ഭരണഘടനാ വകുപ്പുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇവർ എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. നമുക്ക് ഉദാഹരണത്തിന് കേരളത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, വേണ്ട കേരളത്തിലേക്ക് വേണ്ട, ഇപ്പോൾ ആന്ധ്രയിൽ തന്നെ നിൽക്കുന്ന സജീവമായിരിക്കുന്ന 2 കമ്മ്യൂണിറ്റികളുടെ വിഭജനം, രണ്ടും തുല്യശക്തികളാണ്. ഏതാണ്ട് 2 പേർക്കും 40-45% മടിക മാല വിഭാഗങ്ങൾക്കുണ്ട്. ഏതാണ്ട് 41-46%. രണ്ടുപേരുടെയും സാമൂഹ്യ നിലയിൽ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ അതൃപ്തി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ കാലാകാലം പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രമുഖർക്ക് വലിയ പങ്കുണ്ട്. ഇനി കേരളത്തിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പട്ടികവർഗക്കാരിൽ ഒരു 80% പേരും ഒരു തരത്തിലുള്ള സാമൂഹികമായ വിസിബിലിറ്റി കിട്ടിയവരല്ല. പണിയാടിയ കാട്ടുനായ്ക്ക് ഇങ്ങനെ 40 കമ്മ്യൂണിറ്റികളിൽ ഏതാണ്ട് ഒരു 30 കമ്മ്യൂണിറ്റിയും, ഞാൻ വർഷങ്ങളായി അവരുടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്, ഇവർക്ക് സംവരണത്തിൻ്റെ സാധ്യതകൾ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ കഴിഞ്ഞ എൻ്റെ ഒരു ഏകദേശ കണക്ക് പറയും, ഞാനിപ്പോൾ കണക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുക, കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ മാത്രമാണ് ഇതിലേതാണ് ഞങ്ങളിവിടെ ഞാനിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരുപാട് പണിയ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന സ്ഥാപനമാണ്. എത്ര പേർ PG വിദ്യാർത്ഥികളായി? കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ വർഷമാണ് അഭിജിത്ത് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി പണിയ സമുദായത്തിൽ ആദ്യം ഒരു ഡോക്ടറായത്. അതിൻ്റെ ഒരു മുൻ വർഷത്തിലാണ് ഒരാൾ വെറ്റിനറി കാര്യമായത്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു കുട്ടി പണിയ കമ്മ്യൂണിറ്റി ഇവിടെ കീം എഴുതി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാലാ ബ്രില്യൻസിലാണ് ഒരു 100 കുട്ടികൾക്ക് പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ട്രെയിനിങ് പരിപാടിക്ക് കിട്ടുന്നത്. 2009 മുതൽ 12 വരെ ഒരു പട്ടികവർഗ വിദ്യാർത്ഥിയും എൻട്രൻസിലൂടെ കീമിൽ കയറിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈവൻ മലയാള വിഭാഗങ്ങൾ ഉൾപ്പെടെ. എൻ്റെ ഓർമ്മ ശരിയാണ് 11-ൽ ഒരു കുട്ടി വന്നു, 12-ൽ പിന്നെ 2 പേർ. പിന്നീട് കുട്ടികൾ വരാൻ തുടങ്ങിയത് ഈ പാലാ ബ്രില്യൻസിൻ്റെ ട്രെയിനിങ് പരിപാടിക്ക് വേണ്ടി ഒരു 100 പേരുടെ ഒരു ബാച്ചിനെ ഷെഡ്യൂൾ ട്രൈബ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി പോട്ടെ പട്ടികവർഗ വിഭാഗത്തിൽ ഏറ്റവും അതിപിന്നോക്കം നിൽക്കുന്ന ഇപ്പോൾ ചോല നായ്ക്കർ ഇപ്പോഴും ഗുഹാവാസികളാണ്. മലബണ്ടാരം കാട്ടിലിങ്ങനെ വെഗാബണ്ട് പോലെ അല്ലെങ്കിൽ സ്ഥിരവാസമില്ലാത്തവരാണ്. വിസിബിലിറ്റി ഇല്ലാത്ത വലിയൊരു വിഭാഗങ്ങൾ. ഇനി വിസിബിലിറ്റി നേടിയത് സ്ട്രഗിളിലൂടെ മാത്രമാണ്. നമുക്കറിയാം മുത്തങ്ങ സ്ട്രഗിൾ, ഭൂസമരങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങൾ. ഇവരുടെ 1ാം തലമുറയുടെ ആളുകൾ പോലും ഇപ്പോഴും 10ാം ക്ലാസ് കടക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ ഇവരിൽ നിന്ന് എത്ര പേർ PSCക്ക് വേണ്ടി അപേക്ഷിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി എത്ര സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഭരണകൂടം നടത്തി,
എത്ര തൊഴിൽദാന പരിപാടികൾ വരെ മത്സരിച്ചു തുടങ്ങിയ കളികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ ഇവരുടെ അവസരം മറ്റുള്ളവർ കവർന്നെടുക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ. നമുക്ക് ഉറപ്പിച്ച് പറയാം. ഉദാഹരണത്തിന് ഞാനൊരു പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഉപസംവരണവാദത്തിൻ്റെ ഒരു വക്താവായി രംഗത്ത് വന്ന് നമ്മുടെ KM സലീംകുമാറാണ്, നമ്മളെ പഴയ സുഹൃത്ത് സാജൻ്റെ. ഇദ്ദേഹം ഊരാളി സമുദായത്തിലുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന് 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. 2 പേരും ഇപ്പോൾ എംപ്ലോയിഡാണ്. ഒരാൾ ഒരു വെറ്റിനറി ആയുർവേദ ഡോക്ടറാണ്, ഒരാളൊരു ജുഡീഷ്യൽ ഓഫീസറാണ്. എന്തുകൊണ്ടാണ് KM സലീംകുമാറിന് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിന് റിസോഴ്സുകളുണ്ട്, വിദ്യാഭ്യാസമുള്ളതുകൊണ്ടും ഭൂമിയുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ 2ാം തലമുറയാണ്. എനിക്ക് വ്യക്തമായി ഉറപ്പിച്ച് പറയാൻ പറ്റും, KM സലീംകുമാറിൻ്റെ മക്കൾക്ക് ഈ പദവിയിലേക്ക് വന്ന കാലഘട്ടത്തിൽ അവരുടെ അവസരം ഏതെങ്കിലും മലയരോ മറ്റും തട്ടിയെടുത്തൊന്നും പറയാൻ പറ്റില്ല. ആരും തട്ടിയെടുത്തതിൻ്റെ വിഷയമല്ല, ദേ വർ നോട്ട് എനേബിൾഡ്. അതിന് വേണ്ടിയിട്ട് അതിനെ എനേബിൾഡ് ആക്കിയില്ലേ സമൂഹത്തിന് വേണ്ടി. പണിയ സമുദായം 4.5 ലക്ഷത്തോളം വരുന്ന പട്ടികവർഗ വിഭാഗത്തിലെ 1/4 1 ലക്ഷത്തിനടുത്ത്. സെൻസസ് കണക്കിന് 98,000. അതിൽ ഒരു 10 പേരൊക്കെയാണ് ഒരു PG കടന്ന ഒരു വർഷം വരുന്നത്. ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഒരു പരിപാടിയില്ല. ഇനി പാസ്സായി വരുന്നവർക്ക് വെറുതെ വല്ല തൊഴിൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും കൊടുക്കുന്നില്ല. ഓരോ കമ്മ്യൂണിറ്റി എടുത്ത് അനലൈസ് ചെയ്യുകയാണ് എങ്കിൽ ഈ വിഭാഗം ഇപ്പോഴും ഒരു 100 വർഷം പിറകിലാണ്. ആ പിറകിലായതിൻ്റെ ഉത്തരവാദിത്വം മറ്റ് കമ്മ്യൂണിറ്റികളല്ല. ഇനി പട്ടിക ജാതിയിൽ വരികയാണെങ്കിൽ അതിപിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെന്നുള്ള നിലയിൽ വേടൻ കമ്മ്യൂണിറ്റി, ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവരോടൊപ്പം സഹോദര്യം, അവരുടെ ഒരു ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. ഇവർക്ക് വേണ്ടി നിരന്തരം ഗവൺമെൻറ് അടുത്ത് പോയി സംസാരിക്കുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മന്ത്രി രാധാകൃഷ്ണൻ്റെ അടുത്ത്. ഇവർക്ക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ ഒരു പെർസെൻറ്റേജ് കോട്ട വേണമെന്ന് പറഞ്ഞിട്ട്, നമുക്ക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ 10% നോൺ SC/ST കുട്ടികൾ കൊടുക്കുമ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി 2% 3% എന്തുകൊണ്ട് കൊടുത്തുവിടാം? ഞങ്ങൾ ഞാനിപ്പോൾ ആദിശക്തി സമര സ്കൂളിൻ്റെ 13 കുട്ടികൾ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഞങ്ങൾ അവർക്കിവിടെ താമസത്തിനിടം നൽകി. അവർ പലതരത്തിലുള്ള മ്യൂസിക്, സൗണ്ട് എഞ്ചിനീയറിംഗ്, വിഷ്വൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട കോഴ്സുകൾ പലതിനും പഠിക്കുന്ന കുട്ടികളുണ്ട്. കാരണം അവർക്ക് ഇവിടെ വന്നാൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടാറില്ല. പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ ഇതൊരു ഞാൻ ഇപ്പം നിൽക്കുന്നൊരു പണി ആർട്ടിസ്റ്റിൻ്റെ ചിത്രം, രാഹുൽ പുസ്കി എന്ന് പറയുന്നൊരു യുവാവിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ പറഞ്ഞത്. ഈ കുട്ടികൾക്ക് ഒരു സവിശേഷ പ്രാതിനിധ്യം നൽകാൻ ഈ പറയുന്ന പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ പോലും വകുപ്പില്ല. ഇവർക്കൊരു സ്കോളർഷിപ്പ് കൊടുക്കാൻ വകുപ്പില്ല. ഇവർക്കൊരു മൊബൈൽ ഇവർ വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇവർ ലാപ്ടോപ്പ് കൊടുക്കാറില്ല. എന്തിനു പറയുന്നു, ഇവർക്കൊരു പ്രീ അഡ്മിഷൻ സപ്പോർട്ട് മെക്കാനിസം പോലും ഈ ഗവൺമെൻറ്റുകൾക്കില്ല. നമുക്കറിയാം, ഇന്നിപ്പോൾ 4 വർഷം കോഴ്സിലേക്ക് മാറുന്നു. താങ്കൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തതിൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തുള്ള വലിയ മാറ്റത്തിന് വിധേയമാകുന്നു. 4 വർഷ കോഴ്സിലേക്ക് വരുന്നു. NEP അങ്ങനെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. എത്ര പേർക്ക് ഇവർ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്? ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ 3 വർഷത്തെ ഗ്രാൻഡ് കിട്ടാതെയാണ് കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് പോയിരിക്കുന്നത്. ഇവർക്ക് TC കൊടുക്കില്ല. സെൻട്രൽ ബസ്സിൽ 7 കുട്ടികൾ പഠിച്ചു, 7 കുട്ടികൾക്കും TC കിട്ടണമെങ്കിൽ അവന് കോളേജുകൾക്കിട്ടുള്ള ഫീസ് കൊടുക്കണം. പിന്നെ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ ഗ്രാൻഡ് ഞാൻ സൂചിപ്പിച്ച് ഗ്രാൻഡുകൾ സമയത്ത് കൊടുക്കില്ല. എല്ലാതരം ഗ്രാൻഡുകൾക്കും വരുമാന പരിധി അടിച്ചേൽപ്പിക്കുന്നു. തുടങ്ങിയ തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ ഒരുപാട് സപ്പോർട്ട്സ് കിട്ടേണ്ട ഈ കാലഘട്ടത്തിൽ ഏത് നിലയിലാണ് ഈ കുട്ടികൾക്ക് പുതിയ സാമൂഹിക മാറ്റം അനുസരിച്ച് മത്സരിക്കാൻ കഴിയുക? ഉദാഹരണത്തിന് ഈ 4 വർഷത്തെ കോഴ്സിലേക്ക് ഈ കുട്ടികൾക്കൊന്നും എത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 4 വർഷ കോഴ്സ് വരുന്നതുകൊണ്ട് അന്തർദേശീയ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് കേരളം മുന്നോട്ട് പോകണമെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. നല്ല കാര്യം തന്നെ. ഓൾ പാസ് എന്ന് പറയുന്ന പരിപാടി ഇവർ അവസാനിപ്പിച്ചിട്ട് ഇനി 35% മാർക്ക് നിഷ്കർഷിക്കുന്നു. 8, 9, 10 മുതൽ. നല്ല കാര്യം തന്നെ. പക്ഷേ ഈ മുഴുവൻ കുട്ടികളെയും ജയിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷം വരെ 10ാം ക്ലാസ്സിൽ 100% റിസൾട്ട് ഉറപ്പിക്കാൻ ഇവർ പട്ടികവർഗ മേഖലയിൽ സ്ഥിരം ചെയ്തിരുന്ന കലാപരിപാടി സ്ക്രൈബിന് വെച്ച് പകരക്കാരെ വെച്ച് പരീക്ഷ എഴുതിക്കുക എന്നുള്ളത്. ഈ ST വിഭാഗം വിദ്യാർത്ഥികളെ ഒരു ശരാശരി എല്ലാ സ്കൂളുകളിലും ST വിഭാഗം വിദ്യാർത്ഥികളുള്ളിടത്തെല്ലാം തന്നെ ഇവർ മനോരോഗികളോ മനോവൈകല്യമുള്ളവരോ എന്നുള്ള നിലയിൽ ഡോക്ടർമാരെ കൊണ്ട് സർട്ടിഫൈ ചെയ്തിട്ട് തികച്ചും മനുഷ്യാവകാശ വിരുദ്ധമായ പരിപാടികൾ ചെയ്തിട്ട് 100% ഓൾ പാസ് ഉണ്ടാക്കുന്നു. അത് എയ്ഡഡ് സ്ഥാപനങ്ങൾ മാത്രമല്ല, സർക്കാർ സ്കൂളുകൾ വരെ. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെക്കാനിസമായിട്ട് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടതിൻ്റെ ഉത്തരവാദികളാരാണ്? ഞങ്ങളിപ്പം കോവിഡ് കാലത്തിന് മുമ്പ് തന്നെ ഈ കുട്ടികളൊന്നും തന്നെ പ്രീ
ഈ സ്കൂളിംഗ് കിട്ടാത്ത കുട്ടികളാണ്. ഇവർക്ക് നഴ്സറിയിൽ പോകാറില്ല, LKG UKG ട്രെയിനിങ് ഇല്ല. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ അവകാശപ്പെട്ട. ഇന്നിപ്പോൾ നമുക്കറിയാം 2050 ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം വന്നു. അതിൻ്റെ എക്സ്റ്റൻഷനായി 3 വർഷം കഴിഞ്ഞാൽ, അതായത് പ്രീ സ്കൂളിംഗ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമാക്കി അല്ലേ. ഏകാധ്യാപക സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടി കേന്ദ്ര ഗവൺമെൻറ്, 600 അടച്ചുപൂട്ടിയത്. അങ്ങനെ അടച്ചുപൂട്ടുന്നതിൻ്റെ ഒരു കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി, ഇത് 90-കൾ മുതൽ വന്നൊരു ആശയമാണ്, രാജീവ് ഗാന്ധിയിൽ തന്നെ തുടങ്ങിയതാണ്. ഓരോ പഞ്ചായത്തിലും ഒരു സ്കൂൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സ്കൂളിങ്ങുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. എത്ര പഞ്ചായത്തിൽ സ്കൂളുകൾ നടപ്പാക്കി? എവിടെയും നടപ്പാക്കിയില്ല. 300ഓളം ഈ പറയുന്ന അതർവൈസ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളുകൾ ഇവർ തുടങ്ങിയല്ലോ എയ്ഡഡ് മേഖലയിൽ. ഇപ്പം 50 അടച്ചുകൂട്ടാൻ പോവാണ് ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ. പക്ഷേ ഈ വിഭാഗം കുട്ടികളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായി എന്ത് തരത്തിലുള്ള സ്കൂളിംഗ് സംവിധാനവും പരിഷ്കരണ നയമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുക, ഞങ്ങൾ 3000 കോടി മുടക്കി ഈ പറയുന്ന എന്താണ് പറയേണ്ടത്, വിദ്യാഭ്യാസ മിഷൻ റീജുവനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു മിഷൻ മാതൃകയിൽ 16 മുതൽ നടപ്പാക്കുന്നു. 3000 കോടി ഞങ്ങൾ മുടക്കി എന്ന് പറയും. പക്ഷേ 3000 കോടി മുടക്കിയത് എന്തിന്? ഈ 3000 കോടി മുടക്കി ഈ പറയുന്ന പട്ടികജാതിക്കാരന് സംവരണം കൊടുക്കാത്ത എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ മതിൽ കെട്ടിക്കൊടുക്കലാണ് പരിപാടി. 2.5 കോടി 2 കോടി മുതൽ ഏതാണ്ട് ഒരു 300-ലധികം സ്കൂളുകൾ ഒരു ശീതീകരിച്ചു, മറ്റേ AC മുറി ഉണ്ടാക്കി, ലാബ് ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നത്, ഏതെങ്കിലും തോട്ടം തൊഴിലാളികളുള്ള ഭാഷാ ന്യൂനപക്ഷമുള്ള പിന്നോക്ക മേഖലയിൽ ഒരു സ്കൂൾ ഇവർ ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ആദിവാസി മേഖലയിലുള്ള കുട്ടികളുടെ ഒരു നല്ല നിലവാരമുള്ള ഒരു സ്കൂളുണ്ടാക്കാൻ ഒരു മോഡൽ സ്കൂൾ എവിടെയെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? എത്ര ഹോസ്റ്റലുകൾ ആരംഭിച്ചിട്ടുണ്ട്? എത്ര പ്രീമെട്രി ഹോസ്റ്റൽ? മോഡൽ റെസിഡൻസ് സ്കൂളുകളും MRC എന്ന കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ട് നടക്കുന്നതാണ്. ഇവർ 90-ന് ശേഷം ഒരു പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ ആരംഭിച്ചിട്ടില്ല, ഒരു പ്രീമെട്രിക് ഹോസ്റ്റൽ ആരംഭിച്ചിട്ടില്ല. ഒരു ട്രൈബൽ ദളിത് ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി പ്രാദേശിക തലത്തിൽ കുട്ടികളുടെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വർദ്ധിക്കും. അവർക്ക് അക്ഷരാഭ്യാസം കൊടുക്കാനും അവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടാക്കാനും സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ ഇടത്തിൽ ഒരു പൗരനായിട്ട് വളരാനുള്ള സാഹചര്യം ഒരു കിട്ടിയില്ല. ഒരു വിദ്യാഭ്യാസം, ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു മോഡലാണത്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വന്ന് ഇരിക്കാനുള്ള വലിയ സാഹോദര്യം ബിൽഡപ്പ് ചെയ്യുന്നൊരു സെക്യുലർ ഇടമാണ് സ്കൂൾ. അതുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി പഞ്ചമിയെ കൈപിടിച്ച് അവിടെ എത്തിക്കുന്നതിൻ്റെ രാഷ്ട്രീയം അവിടെയാണ് എടുക്കുന്നത്. ആ ഇടത്തെ അവർ ജാതി മത വർഗീയമായി വിഭജിച്ച് എയ്ഡഡ് മേഖല എന്ന് പറയുന്ന ജാതി കോളനിയാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ വീക്കർ സെക്ഷൻസിനായിട്ട് മനുഷ്യർക്ക്, കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കാനുള്ള ഒരിടവും ഇവരുടെ ഉണ്ടാക്കിയിട്ടില്ല. വളരെ ഹാർഡ് വർക്ക് ചെയ്തും കഷ്ടപ്പെട്ടാണ് 10ാം ക്ലാസ് പാസ്സായി +2ലേക്ക് തന്നെ പണിയാടിയ കാട്ടുനായ്ക്ക വേടൻ തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ കടന്നു വരുന്നത്. +2 കഴിഞ്ഞാൽ ഇവർക്ക് കോളേജുകളിലെത്താനുള്ള ഒരു പ്രീ അഡ്മിഷൻ സപ്പോർട്ട് മെക്കാനിസം വരികയാണ്. ഒരു കുട്ടിക്ക് ഒരു മൊബൈൽ ഉണ്ടാകില്ല, ഒരു കുട്ടിക്ക് എവിടെയാണ് കോളേജിൽ പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഇനി പോയാൽ തന്നെ അവൻ്റെ ഹോസ്റ്റൽ ഉണ്ടാകില്ല, അവന് നല്ലൊരു വസ്ത്രം ഉണ്ടാവില്ല, അച്ഛനമ്മമാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അവർക്ക് ഓൺലൈനായിട്ട് എന്ത് ഡിവൈസാണ്, ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം സിസ്റ്റം ജനറേറ്റഡ് ഫീസാണെന്ന്. ഒരു കുട്ടിക്ക് പണ്ടത്തെ പോലെ എൻ്റെ പ്രായത്തിലോ അല്ലെങ്കിൽ താങ്കളുടെ പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. നമ്മളൊരു കോളേജിൽ പോകുന്നു, അവിടെ അധ്യാപകരും പ്രിൻസിപ്പലൊക്കെ ഇരുന്നൊരു അഡ്മിഷൻ ടേബിളിൽ ഇരിക്കുന്നു, നമ്മൾ ഫീസും നടക്കാൻ നമ്മളോട് അധികം നിർബന്ധിക്കില്ല. ഏതെങ്കിലും എയ്ഡഡ് സ്കൂളാണെങ്കിൽ നിങ്ങളൊരു കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കണമെന്ന് ഒരല്പം ഒന്ന് മൽപ്പിടുത്തം നടത്തി നോക്കും, എങ്കിലും നമുക്കത് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. സാറേ ഞങ്ങൾക്ക് പൈസയില്ല, പാവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്തോ മാനേജറുടെ അടുത്തോ എന്നാലൊരു ഇളവുകളൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കൊച്ചിയിലുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനത്തിൽ പോയാൽ അതൊരു സാമ്രാജ്യമാണ്. അതെല്ലാം സിസ്റ്റം ജനറേറ്ററാണ്. സിസ്റ്റം ജനറേറ്റർ എന്ന് പറഞ്ഞാൽ കുട്ടി അടക്കേണ്ട ഫീസ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോരും. അതിലൊരു ഫീസിൻ്റെ വലിയ നിര ഇങ്ങനെ അടിച്ചു തരും. അത് കുട്ടി ബാങ്കിൽ ആ അഡ്മിഷൻ പ്രോസസ് നടക്കുമ്പോൾ ബാങ്കിൻ്റെ ഒരു ശാഖ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയാണുള്ളത്, അല്ല സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ. അവിടെ പോയി ചലാൻ അടച്ച് കുട്ടി ഇത് കൊടുക്കിയാലേ അവൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റും. ഒരു പ്രിൻസിപ്പലോട് ചോദിച്ചാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇതെല്ലാം സിസ്റ്റം ജനറേറ്റർ ആണെന്ന് പറയും. ഇതിൽ കുട്ടിക്ക് കൊടുക്കേണ്ടാത്ത ഫീസ് ഉൾപ്പെടെ അവർ അടിച്ചു ചേർക്കും. കോഷൻ ഡെപ്പോസിറ്റ് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടുന്ന PTA ഫണ്ട് ഉണ്ടാകാം, കോളേജ് വികസന ഫണ്ട് ഉണ്ടാകാം, പിന്നെ സർക്കാർ നിർദ്ദേശിച്ച ഫീസിനുപരിയുള്ള സ്പെഷ്യൽ ഫീസുകളുണ്ടാവും. ഇതൊന്നും കുട്ടിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു ഇടനില ഏജൻസി എന്നുള്ള നിലയിൽ സ്റ്റേറ്റിൻ്റെ പ്രസൻസ് അവിടെയൊന്നുമില്ല. അവിടെയാണ് താങ്കൾ പറഞ്ഞ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും വലിയ ഡേഞ്ചർ വരുന്നത്. അവിടെ ഭരണകൂടം
എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മീഡിയേറ്റ് ചെയ്യാനുള്ള ഉപാധി എന്നുള്ളത് അവർ എടുത്തു കളഞ്ഞു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്ക് അതിനെ മുഴുവൻ തന്നെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ചസ്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന് പൂരകമായാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു റിഫോം അവർ നടപ്പാക്കിയത്. PMSS എന്ന് പറയുന്നത്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന പരിപാടി. അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 2.5 ലക്ഷം രൂപ വാർഷിക വരുമാനത്തിൽ കൂടുതലവർക്ക് ഈ അവകാശം കൊടുക്കേണ്ടതില്ല. അവിടെ തീർന്നു ആർട്ടിക്കിൾ 15(4)ൻ്റെയും 16ൻ്റെ സാങ്കത്യം. മൗലികാവകാശ ലംഘനമാണത്. കാരണം വിദ്യാഭ്യാസപരവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി എല്ലാ പ്രൊട്ടക്ഷനും സ്റ്റേറ്റ് കൊടുക്കണം, അല്ലേ? അത് അവർ സ്വയം നിരാകരിക്കുകയാണ്. കാരണം ഈ ഇതുള്ള ആൾക്ക് ഇത് കൊടുക്കില്ല. ഇതൊരു സ്കോളർഷിപ്പായിട്ടാണ് അവർ കാണുന്നത്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏതോ തരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിവുണ്ടാകാം, കഴിവില്ലാതിരിക്കാം, അവരുടെ ഔദാര്യം പോലെ കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പായിട്ടാണ് കാണുന്നത്. അതല്ലാതെ ഇതൊരു മാൻഡേറ്ററി ആയി കുട്ടിക്ക് കിട്ടേണ്ട ഭരണഘടനാപരമായ അവകാശം എന്നുള്ളതിനെ അവർ കത്തിരിച്ച് കളഞ്ഞു, അത് അപ്രസക്തമാക്കി. ആരോട് ചോദിച്ചിട്ടുണ്ട് 2 ലക്ഷം വരുമാനം വരുന്ന ഈ പറയുന്ന ക്രീമി ലെയർ എന്ന് പറയുന്ന വാദത്തെ ഇതിപ്പോൾ നീതി ആയോഗ് പറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്നുമല്ല, എക്സിക്യൂട്ടീവ് ചില തീരുമാനമെടുത്ത് ചില എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശമാണ് ഇങ്ങനെ കത്തിരിക്കുന്നത്. ഇതിന് അതന്നെ. അപ്പോൾ അതിന് ജുഡീഷ്യറി കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഈ സബ് ക്ലാസിഫിക്കേഷൻ സാധനത്തിൽ ഈ വരുമാന പരിധി എന്ന് പറയും, ക്രീമി ലെയറിനുള്ള മാനദണ്ഡം ഓരോ ജാതിക്കും വ്യത്യസ്തമായിരിക്കണം. അക്കാര്യത്തിൽ അക്കാര്യത്തിൽ കോടതിക്ക് ഒരു സംശയമില്ല. അപ്പർ കാസ്റ്റിൻ്റെ ആളുകൾക്ക് 8.5% അല്ലെങ്കിൽ പിന്നെ 8 ലക്ഷം വാർഷിക വരുമാനവും ഭൂമിയുമാകാം. ദളിതർക്ക് 2 ലക്ഷമോ അല്ലെങ്കിൽ 1 ലക്ഷമാണ് ഇപ്പം നാഷണൽ സ്കോളർഷിപ്പുകളുടെയൊക്കെ വരുമാന പരിധി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ തന്നെ ജാതീയമായിട്ടുള്ള വിവേചനവും വ്യതിരിക്തതയും സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ജുഡീഷ്യറി ഉൾപ്പെടെ പറയുന്നു എന്നുള്ളതാണ് സത്യം. ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യം ഭരണഘടനാപരമായിട്ടുള്ള ഈ അവകാശം വിദ്യാഭ്യാസപരവും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകേണ്ട പരിരക്ഷ, അത് പ്രതിനിധാനത്തിന് നൽകുന്ന പരിരക്ഷയാണ്. അവർ കൂടി എന്ന് പറഞ്ഞാൽ ആ പ്രതിനിധാനത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന ഒരു റിവേഴ്സ് പ്രൊട്ടക്ഷൻ, അതെ, പ്രത്യേക പരിരക്ഷ എന്ന് പറയുന്ന സംവരണം എന്ന് പറയുന്ന നൽകിയിരിക്കുന്നതെന്ന് പറയുന്നതിന് കടക്ക് കത്തിവെക്കുന്നതാണിത്. മറ്റൊന്ന്, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റി ഇതിനെ ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ ആശയത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലെ ഗവൺമെൻറ്റും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികളുടെ ഈ പറയുന്ന സാമ്പത്തികമായ അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾ നൽകാത്ത ഇതിൻ്റെ പ്രത്യാഘാതം ചെറുതല്ല. കാരണം ഈ പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വരുന്ന വലിയൊരു വിഭാഗം നേരത്തെ തന്നെ, അതായത് കേരള സർക്കാരിൻ്റെ തന്നെ കണക്കനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും പട്ടികവർഗ വിഭാഗങ്ങളുടെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് 95 ആണ്. സെക്കൻഡറി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് 10ാം ക്ലാസ് പാസ്സായാൽ അവനവിടെ പണി അവസാനിപ്പിച്ച് അവൻ കൂലിപ്പണിക്ക് പോകണം. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് രീതിയാണ്. ഇതൊരു കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിഭ, സിൻഡ്രോം എന്നങ്ങനെയാണ് വിശേഷിപ്പിക്കുക, ഡ്രോപ്പ് ഔട്ട് സിൻഡ്രോം. ഇതിന് പരിഹാരമില്ല. ഇതെന്തൊരു ചികിത്സ നേടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രതിഭാസമായി ഞാനിപ്പോൾ കഴിഞ്ഞൊരു 2013 മുതലുള്ള ഡാറ്റകളൊക്കെ ഇവിടെ ഉണ്ട്. എന്നുള്ള സെയിം ഡോക്യുമെൻറ്റുള്ള അതേ ചാപ്റ്റർ അതേപോലെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഡ്രോപ്പ് ഔട്ട് സിൻഡ്രോം എന്നുള്ളത്. ഒന്നാലോചിക്കണം, അതിൻ്റെ അപ്പോഴത്ത് കടന്നു വരുന്ന 5% കുട്ടികൾ, ഈ 5% കുട്ടികളാണ് കഷ്ടപ്പെട്ട് +2 ഒക്കെ പാസ്സായി ഡിഗ്രിക്ക് വരാൻ താല്പര്യപ്പെടുന്നത്. അവർക്കിനി ഈ 4 വർഷത്തെ കോഴ്സുകളിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അതിന് പൂരകമായ രീതിയിൽ ഈ ഫീസ് സ്ട്രക്ചറിൽ വലിയ മാറ്റം ഉണ്ടാകും. അതനുസരിച്ച് ഇവർക്ക് ഈ ഗ്രാൻഡ് കൊടുക്കുന്നില്ല എന്നുകൂടി വരുമ്പോൾ ഇവരുടെ സാധ്യത ഇരുളടഞ്ഞതാകും എന്നുള്ളതാണ് നമ്മൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ഈ ഗ്രാൻഡ്സ് രംഗത്ത് നടത്തിയിരിക്കുന്ന വലിയൊരു അട്ടിമറി ജുഡീഷ്യറിയുടെയും ഈ സംഘപരിവാറിൻ്റെയൊക്കെ തന്നെ ഈ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ദളിത് ആദിവാസി മറ്റ് ബഹുജൻ വിഭാഗങ്ങളുടെ സാമൂഹികമായ മുന്നേറ്റത്തിനെ നെടുക പിളർക്കാനുള്ള ഒരു തന്ത്രമാണ് അവരുടേത്. അതുമായി ചേർത്ത് വെച്ച് വേണം സബ് ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള അവരുടെ ഒരു രീതിയിലും ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അതിപിന്നോക്കം പ്രതിനിധാനം കിട്ടാത്ത ആളുകൾക്കുള്ള ഒരു പ്രതിനിധാനത്തിന് വേണ്ടിയല്ല അവരിത് പറയുന്നത്. അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ കോടതി വിധി തന്നെ വായിച്ചതൊക്കെ അറിയാം. അവർ സബ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് ഒന്നുകിലൊരു ജാതിക്ക് അല്ലെങ്കിൽ ഒരു ജാതിയുടെ ക്ലസ്റ്ററിന് പ്രത്യേക
ഗ്രൂപ്പായി കണക്കെടുക്കുമ്പോൾ തന്നെ അങ്ങനെ ഗ്രൂപ്പായി വരുമ്പോൾ അവർക്ക് അതിൽ അവെയിൽ ചെയ്യാൻ പറ്റുന്ന ആളില്ലെങ്കിൽ ദാറ്റ് ഷുഡ് ബി ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം തന്നെ അതിൽ ആളുണ്ടാകാൻ ഇടയില്ല എന്ന് അവർക്ക് അറിയാം. അതാണൊരു കാര്യം. അപ്പോൾ ഇതെന്തിന് ഉള്ളവരെ വെട്ടി നീക്കം ചെയ്യണം. ഇനി ഇത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വിടാൻ കോടതിക്ക് എന്താ അധികാരം? ആർട്ടിക്കിൾ 341(2) ബൈപ്പാസ് ചെയ്തല്ലോ അവർ. എന്തുകൊണ്ട് ഇത് സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഇത് പരിഗണിക്കണമെന്ന് പറഞ്ഞില്ല? നമുക്ക് ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട കാതലായ വിഷയം അതാണ്. എന്തുകൊണ്ട് ഈ കോടതി നിരീക്ഷണം ശരി, ഇനിയിപ്പോൾ പഞ്ചാബ് എന്നുള്ള കേസിലാണെങ്കിലും ചെന്നൈ കേസിലാണെങ്കിലും ആന്ധ്രയിൽ നിന്നുള്ള മാലാമഡിക കോൺഫ്ലിക്റ്റിലെല്ലാം തന്നെ പ്രസക്തമായ വിഷയങ്ങളുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ന്യായയുക്തമായ നിലയിൽ ആർട്ടിക്കിൾ 341-ൻ്റെയും 341(2)ൻ്റെയും 342-ൻ്റെയും പെർവ്യൂവിൽ നിന്ന് പാർലമെൻറ്റ് പരിഹരിക്കണം എന്നല്ലേ ഇവർ പറയേണ്ടത്. ഇന്ത്യൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുണ്ട്. കമ്മീഷൻ ഇത് പഠന വിധേയമാക്കിയിട്ട് കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരണം, പാർലമെൻറ്റിൽ കൊണ്ടുവരണം. എന്തുകൊണ്ട് ആ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല? ഞാൻ ഉദാഹരണത്തിന് ഇതിനൊരു പരിഹാര സാധ്യത നമുക്ക് ആരായാൻ കഴിയുന്നതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിൽ ആർക്കും തൊടാനുള്ള അധികാരമില്ല. എന്താണ് അതിനുള്ള സമ്പൂർണ്ണ അധികാരം പാർലമെൻറ്റിനും പ്രസിഡൻറ്റിനും നിക്ഷിപ്തമായിരിക്കെ തന്നെ എന്തുകൊണ്ട് ഒരു റൊട്ടേഷൻ രീതി അവർക്ക് പാലിച്ചുകൂടാ? പ്രതിനിധാനമില്ലാത്തവർക്ക് പ്രതിനിധാനം കൊടുക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുണ്ട്. ആർട്ടിക്കിൾ 16(4)ൻ്റെ അത് വിശദീകരിച്ചിട്ടുണ്ട് പിന്നീട്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അങ്ങനെയുള്ളതാണ്. ഇനി പ്രതിനിധാനമില്ലാത്ത ചില കമ്മ്യൂണിറ്റികൾക്ക് പ്രതിനിധാനമുണ്ടാക്കാൻ റോസ്റ്റൻസ് സംവിധാനം കൊണ്ടുവരാമല്ലോ. കേരളത്തിലതിട്ടുണ്ട്, പല സ്റ്റേറ്റുകളും അത് ചെയ്യുന്നുണ്ട്. ഉപസംവരണം അതിന് വേണമെന്ന് നിർബന്ധിക്കേണ്ടതേ ഇല്ല. ഉപസംവരണമില്ലാതെ തന്നെ വീക്കർ കമ്മ്യൂണിറ്റികൾക്ക് മുൻതൂക്കം കിട്ടുന്ന നിലയിൽ റോസ്റ്റത്തിൽ മുൻപിൽ കൊണ്ടുവരികയും അതിന് പറ്റിയ രീതിയിൽ സംസ്ഥാനങ്ങൾ കേന്ദ്ര പാർലമെൻറ്റിലൊരു ചട്ടമുണ്ടാക്കിയതിന് ശേഷം സംസ്ഥാനങ്ങളോടത് ചെയ്യാൻ പറഞ്ഞാൽ മതി. സംസ്ഥാന റിക്രൂട്ട്മെൻറ്റുകളിൽ പൊതുമേഖലാ സ്ഥാനവും കേന്ദ്ര പൂളിൽ നടത്തുന്നതിന് വേറൊരു മെക്കാനിസം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ. കേരളത്തിലുള്ള റോസ്റ്റർ സംവിധാനത്തിനും ഒക്കെ ഒരുപാട് അപാകതകളുണ്ട് എന്നുള്ളത് ശരിയാകുമ്പോൾ തന്നെ ആ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? പക്ഷേ ഇതെല്ലാം തന്നെ പാർലമെൻറ്റിൻ്റെ പെർവ്യൂവിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള നിലയിലായിരുന്നു കോടതി കാണേണ്ടിയിരുന്നത്. അത്തരം ഒട്ടേറെ സാധ്യതകൾ. അതേപോലെ തന്നെ ഈ വീക്കായ കമ്മ്യൂണിറ്റികളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾ എന്താണ് ഇതിന് സ്പെസിഫിക് ആയിട്ട്? ഉദാഹരണത്തിന് മാനുവൽ സ്കാവഞ്ചിങ് ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പാക്കേജുകൾ നടപ്പാക്കിയിട്ടുണ്ടോ? എത്ര വിദ്യാർത്ഥികളെ സെക്കൻഡറി വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസത്തിലെത്താൻ സ്പെസിഫിക്കായി നിങ്ങളെന്ത് സ്കീം ചെയ്തിട്ടുണ്ട്? ഇവർക്ക് നിങ്ങൾ പ്രത്യേക സ്കോളർഷിപ്പ് ഏർപ്പാടാക്കിയിട്ടുണ്ടോ? ഉന്നത വിദ്യാഭ്യാസത്തിന് ഇവർക്ക് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ഒരു കോടതിയും ചോദിച്ചിട്ടില്ല എന്ന് നമുക്ക് അടിവരിട്ട് പറയാൻ പറ്റും. കേരളത്തിലിപ്പം എൻ്റെ അറിവിൽപ്പെട്ടെടുത്തോളം നായാടി, വേടൻ, ചക്കിളിയ, കല്ലാടി 4 കമ്മ്യൂണിറ്റികൾ വൾണറബിൾ കമ്മ്യൂണിറ്റികളാണ് SCയിൽ കണക്കാകും. 10ാം ക്ലാസ് കഴിയുന്നത് വരെ ഇവർക്ക് ഒരു വർഷത്തിൽ 200 രൂപ കൊടുക്കും. ഇതാണ് ആകെ കൊടുക്കുന്നത്. ആകെ ഇന്നേ വരെ ഈ 200 രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് +2 പഠിക്കുന്നൊരു കുട്ടി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വരുന്നൊരു കുട്ടി അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലെന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് ഒരു തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സപ്പോർട്ടും ഒരു ഗവൺമെൻറ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇവർക്കൊരു പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലൊരു കോട്ടയില്ല. എൻട്രൻസ് കോച്ചിങ്ങിന് ഇപ്പം പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു 100 പേർക്ക് വേണ്ടി ഒരു കോച്ചിങ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ വൾണറബിൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അനന്തതിയാർ, വേടർ, നായാടി, ചക്കില വിഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നിരിക്കട്ടെ. അതിലൊരു 5 കുട്ടികൾക്ക് ഈ ട്രെയിനിങ്ങിന് കൊടുക്കാമല്ലോ. ഞങ്ങളിത് 10 കൊല്ലം മുമ്പ് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത്തരം പാക്കേജ് ഇനി വേണ്ട. സെൻട്രൽ ഗവൺമെൻറ് ഈ മാനുവൽ സ്കാവഞ്ചിങ് വർക്കേഴ്സിന് വേണ്ടി മോഡി ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ 15 കോടി ശരാശരി എല്ലാ വർഷവും വകയിരുത്താറുള്ളത് എൻ്റെ ഓർമ്മ. മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം പിന്നെ നീതി ആയോഗ് വന്നു, മൊത്തം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ഒരു പൈസയും ഇതിനു വേണ്ടിയൊന്നും ചിലവഴിക്കാറില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പം പിന്നെ ഈ പറയുന്ന വീക്കർ കമ്മ്യൂണിറ്റിയെ പൊതുധാരയിലെത്തിക്കാനും പിന്നെ അവർക്ക് ഭൂമി വേണം, വാസസ്ഥലം വേണം, അന്തസ്സായിട്ടുള്ള വാസസ്ഥലം. ഇപ്പം നമുക്കറിയാമോ വേടർ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരവസ്ഥ 2001, 2002, 2003 കാലഘട്ടത്തിൽ ഏതാണ്ട് 40ഓളം വേടർ കമ്മ്യൂണിറ്റിയിൽ ആളുകൾ മരണപ്പെട്ടപ്പോഴും ശവം അടക്കുന്നത് അടുക്കള വിളിച്ചാണ്. മൂത്രപ്പര വിളിച്ച്, കക്കൂസ് വിളിച്ച്, അടുക്കള വിളിച്ച് ശവദാഹം നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു കൊല്ലം, തിരുവനന്തപുരം ബെൽറ്റിലെ വേടർ കമ്മ്യൂണിറ്റി. അവർക്ക് അന്തസ്സായി താമസിക്കാനുള്ള ഭവനം, അവർക്ക് അവരുടെ ആളുകളുടെ ശവസംസ്കരിക്കാനുള്ള ഒരു ശ്മശാനോ അല്ലെങ്കിൽ പൊതു ശ്മശാനത്തിലൊരു ഇടമോ നൽകാത്തൊരു നാടാണ് നമ്മുടെ കേരളത്തിൽ.
ഇത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷവും ഇപ്പോഴും ഇത് തുടരുന്നൊരു സ്ഥിതിയാണ്. ഇന്നിപ്പോൾ എന്നോട് വയനാട്ടിലൊരു പത്രപ്രവർത്തകൻ വിളിച്ചിരുന്നു, രതീഷ് എന്ന് പറയുന്നൊരു സുഹൃത്ത്. വയനാട്ടിലെ പണിയ കമ്മ്യൂണിറ്റിക്കും ഇതേ ദുരിതമുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇവർക്ക് പൊതു ശ്മശാനം ഉണ്ടാക്കണമെന്നല്ല, ഇവർക്ക് കിടന്നുറങ്ങാൻ പോലുമുള്ള അന്തസ്സുള്ള വാസസ്ഥലമോ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഭൂമിയോ പോകട്ടെ, അതുപോലും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഭരണഘടനാ ബാധ്യത നിറവേറ്റിയിട്ടില്ല. ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഒരുപാട് വ്യവസ്ഥകളുണ്ടല്ലോ. അത് പാലിക്കുമ്പോൾ മാത്രമേ ഈ വിഭാഗങ്ങൾക്ക് ഒരു ഒന്നാം തലമുറ വിദ്യാഭ്യാസത്തിലേക്ക് വരാൻ കഴിയൂ എന്നുള്ള ബാലപാഠം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്.